കേരളത്തിൽ മൂലധന നിക്ഷേപ സംരക്ഷണ നിയമം കൊണ്ടുവരണമെന്ന് ഞാൻ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. ഇടതുപക്ഷ സർക്കാരിനെ വെറുതെ പ്രശംസിക്കുകയല്ല, മറിച്ച് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയും അതിന് മാറ്റമുണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയും കൂടിയാണ് ചെയ്തത്. മാത്രവുമല്ല, പാർട്ടിയുടെ നിലപാടാണ് ഇത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ജയറാം രമേശ് അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനെ പോലെയല്ല സംസാരിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. സർക്കാർ ചെയ്യുന്ന എന്തിനേയും വിമർശിക്കുക എൻ്റെ ശീലമല്ല എന്ന് ശശി തരൂർ പറയുന്നുണ്ട്. മാത്രവുമല്ല, മറ്റൊരു കാര്യം, BJPയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്. ഞാൻ വിജയിച്ച 4 തെരഞ്ഞെടുപ്പുകൾ 3ലും 2ാം സ്ഥാനത്ത് BJP ആയിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലകൾക്കെതിരെ സംസാരിച്ചിട്ടില്ലെന്നും വ്യക്തിഗത അഭിപ്രായങ്ങൾ പറഞ്ഞുവെന്നും മാത്രം പറഞ്ഞ പ്രതികരണത്തോടും അദ്ദേഹം പറയുന്നുണ്ട്. അടുത്തിടെ എൻ്റെ ശ്രമം നല്ലൊരു ജനപ്രതിനിധിയായാണ് പ്രവർത്തിക്കാനാണ്. പിന്നെ ജനാധിപത്യത്തിൽ എൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിൽ ആർക്കും എന്നെ തടയാനാവില്ല. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അത് പക്ഷേ വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. പാർലമെൻറ്റിന് പുറത്ത് എനിക്കാകെ ഉണ്ടായിരുന്ന ഒരു ദൗത്യം പ്രൊഫഷണൽ കോൺഗ്രസിലായിരുന്നു. 1 വർഷം മുൻപ് അതില്ലാതായി. ഇപ്പോൾ പാർലമെൻറ്റിന് വെളിയിൽ എനിക്ക് പാർട്ടി ദൗത്യങ്ങളൊന്നുമില്ല. എന്നെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ദാറ്റ്സ് ദ പോയിന്റ്. അതാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. ആർക്കും ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല, ലേഖനം വായിക്കാത്തവരാണ് വിമർശിക്കുന്നത് എന്ന തന്റെ നിലപാട് ആവർത്തിക്കുകയാണ് ശശി തരൂർ ഈ ലേഖനത്തിലും ചെയ്യുന്നത്.